BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭരണത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമുണ്ടായില്ല. പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തിരിച്ചടിയായി. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തി CPIM. പിണറായി സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണമുണ്ടായിരുന്നില്ലെന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് CPIM. പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടത്തിനരികെ അനിൽ മേനോൻ. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുവാൻ അനിൽ മേനോൻ. ഓഗസ്റ്റ് 6-നാണ് നാസയിലെ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ 6.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന സ്പേസ് വാക്ക് നടത്തുക. ഓഗസ്റ്റ് 6-ന് വൈകിട്ട് 5:30-നാണ് നാസയുടെ 96-ാം ബഹിരാകാശ നടത്തം. അനിൽ മേനോനും നാസയുടെ തന്നെ ജെസ്സിക്ക മേയറും നിലയത്തിന് പുറത്തു കടക്കും. ബഹിരാകാശ നിലയത്തിന് കൂടുതൽ പവർ ലഭ്യമാക്കുവാൻ സഹായിക്കുന്ന സോളാർ പാനൽ ഉപകരണം ഘടിപ്പിക്കുവാനാണ് ഫ്ലൈറ്റ് എഞ്ചിനീയർ കൂടിയായ അനിൽ മേനോൻ ബഹിരാകാശത്ത് നടക്കുക. CJP സമരവേദിയിൽ 2873 ക്രിമിനലുകൾ എത്തിയതായി ഡൽഹി പോലീസ്. കണ്ടുപിടിച്ചത് ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ വഴിയെന്ന് വാദം. ഡൽഹി ജന്തർ മന്ദറിലെ CJP സമരവേദിയിൽ 2873 ക്രിമിനലുകൾ എത്തിയതായി ഡൽഹി പോലീസ്. ജൂലൈ 20-നും 25-നും ഇടയിലാണ് ഇവർ ജന്തർ മന്ദറിൽ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ വഴിയാണ് ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് വിശദീകരിച്ചു. അക്രമസംഭവങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊലപാതകം, ലൈംഗിക അതിക്രമം, പോക്സോ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരിൽ ചിലർ സമരവേദിയിൽ പലതവണ വന്നിരുന്നതായും പോലീസ് അറിയിച്ചു. ഇറാഖിലെ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം സ്ഫോടനങ്ങൾ. ഇറാന്റെ ആക്രമണമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ. ഇറാഖിലെ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം സ്ഫോടനങ്ങൾ. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലും ഇറാന്റെ കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായി. വടക്കൻ ഇറാഖിലെ ഖോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന് പരാതി. സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയേക്കും. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയേക്കും. സംഭവം വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അടിയന്തര റിപ്പോർട്ട് തേടിയത്. ആരോപണ വിധേയനായ പോലീസുകാരനിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയാദിനെ വാഹനത്തിലിട്ട് മർദ്ദിച്ചു എന്ന് പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു. അതോടെ കസ്റ്റഡിയിലെടുത്ത സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസ് വാദം പൊളിഞ്ഞു. സിയാദിനെ മർദ്ദിക്കുമ്പോൾ ജീപ്പിൽ താനുമുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുന്നു. പാരാ ഷോട്ട് പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണ്ണ നേട്ടം. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുന്നു. പാരാ ഷോട്ട് പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണ്ണ നേട്ടം. പുരുഷന്മാരുടെ ഹൈ ജമ്പ് ഫൈനലിൽ സർവേഷ് കുഷാരെ വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ ബാബു വെള്ളി മെഡലും നേടി. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റ് തട്ടിപ്പ്. മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് റിപ്പോർട്ട്. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റെന്ന് മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. പത്തനംതിട്ടയിൽ നിന്നും ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്നും ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥൻ. ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് കണ്ടെത്തൽ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.